ഇന്ന് പരിചയപ്പെടുത്താനുള്ള രണ്ട് ക്ലോണുകളാണ്. വേനൽക്കാലത്ത് ഈ സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് നല്ല പെർഫ്യൂംസ്. ആ രണ്ട് പെർഫ്യൂംസിന്റെ ഇൻസ്പയർഡ് പെർഫ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് അഫ്നാൻ മോഡസ്റ്റ്. പലർക്കും ഒരു സ്വപ്നമാണ് കുറച്ച് പൈസ കിട്ടിയിട്ട് വേണം ഡിയോർ സവാഷ് അല്ലെങ്കിൽ ബ്ലൂ ഡേ ഷാനലൊക്കെ വാങ്ങാൻ. ഒരു ഡിയോർ സവാഷ് അറൗണ്ട് ഒരു 13-14,000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. പിന്നെ നല്ലൊരു ക്ലോൺ ഡിയോർ സവാഷിന് ഇല്ല. ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ക്ലോൺ ആയിട്ട് തോന്നിയതാണ് അഫ്നാന്റെ മോഡസ്റ്റ്. വേറെ ഡിയോർ സവാഷിന്റെ അങ്ങനെ മറ്റൊരു ക്ലോൺ ഇതുവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. കാരണം ട്രൈ ചെയ്യുന്നതിലൊക്കെ ഒന്നുകിൽ ബ്ലൂ ഡേ ഷാനലിന്റെ നോട്ട് കയറി വരും, അല്ലെങ്കിൽ ഡിലൻ ബ്ലൂവിന്റെ നോട്ട് കയറി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഡിയോർ സവാഷിന്റെ സ്മെല്ല് അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ക്ലോണിനും കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് എക്സാക്ട് സെയിം ഡിയോർ സവാഷ് നിങ്ങൾ ഡിയോറിന്റെ ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിയോർ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ അതിന്റെ മണം, ആ ഒരു പെപ്പറി, ആംബ്രോക്സ് ആൻഡ് ഹെവി, വുഡി, അല്പ സ്വീറ്റ്നസ് ഒക്കെ ചേർന്നിട്ടുള്ള എന്താണോ ഡിയോർ സവാഷിന്റെ സ്മെല്ല്, അതേ മണം തന്നെയാണ് ഇതിനുള്ളത്. അഫ്നാൻ മോഡസ്റ്റ് എന്നാണ് പെർഫ്യൂമിന്റെ പേര്. 100 ml EDP കോൺസെൻട്രേഷൻ വരുന്നുണ്ട്. ഇവിടെ അഫ്നാറ്റ് ലോഗോ കാണാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ബാച്ച് കോഡും കാര്യങ്ങളും മോൾ ഇൻഗ്രീഡിയന്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊരു കാർഡ്ബോർഡ് പോലത്തുള്ളൊരു മാഗ്നറ്റിക് ആണ് ബോക്സ് വരുന്നത്, മെറ്റൽ അല്ല. ബോക്സ് ചെയ്യുമ്പോൾ ഇവിടെ നോട്ട്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് നോട്ടിൽ വരുന്നത് ഫ്രഷ് സ്പൈസി, മിഡിൽ നോട്ടിൽ സിട്രസ്, വാം, ആംബറി, ബേസ് നോട്ടിൽ മസ്കി. ഡിയോർ സവാഷിന്റെ സ്മെൽ എന്താണോ അത് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കൂടുതൽ കേൾക്കാനും ഇല്ല, നിങ്ങൾ അറിയേണ്ടതുമില്ല. ഡിയോർ സവാഷ് വാങ്ങാൻ താല്പര്യമുള്ളവർ, ബഡ്ജറ്റ് ഇല്ല, ബഡ്ജറ്റ് അനുവദിക്കുന്നില്ല, 15,000 രൂപ നിങ്ങൾക്ക് എടുക്കാനില്ല, സാഹചര്യം വളരെ മോശമാണ്. പക്ഷെ ഡിയോർ സവാഷിന്റെ സ്മെൽ അതേപോലെ വേണം. ആളുകൾക്ക് തോന്നണം ഞാൻ ഡിയോർ സവാഷാണ് അടിച്ചിരിക്കുന്നതെന്ന് തോന്നണം. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു പെർഫ്യൂം. ബോട്ടില് ആ ഡിയോർ സവാഷിന്റെ അതേപോലുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ കളറാണ്, ബോട്ടിൽ ഡിസൈൻ അല്ല, ബോട്ടിൽ വേറെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല ബോട്ടിലിനെ കുറിച്ച്. ബോട്ടിൽ സിമ്പിൾ ആണ് ബോട്ടിൽ ഡിസൈൻ. മുകളിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ട്രൈ ചെയ്യാം. ഇതിനകത്ത് ഒന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല. ഇത് ബോട്ടിൽ മാറ്റി ഡിയോർ സവാഷ് ജ്യൂസ് നിറച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമില്ല. ഇത് കറക്റ്റ് ഡിയോർ സവാഷ്. ഡിയോർ സവാഷ് കയ്യിലുള്ളവർ ഡിയോർ സവാഷ് ഡെയിലി അടിച്ച് കളയാൻ താല്പര്യമില്ല. പക്ഷെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. വലിയ ഡിയോർ സവാഷിന്റെ കൂടെ തന്നെ ഇത് പഠിക്കാം. ഇനി ഡിയോർ സവാഷ് വലത്തെ കയ്യിൽ അടിച്ചിട്ട് ഇടത്തെ കയ്യിൽ ഇത് അടിച്ചിട്ട് ഏതാണ് ഡിയോർ സവാഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകും. ഓപ്പണിംഗ് തൊട്ട് അവസാനം വരെയും ഡിയോർ സവാഷ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. കുറച്ചും കൂടി ഹെവി ആംബ്രോക്സ്, കുറച്ചും കൂടി മസ്കി നോട്ട് ചേർത്തിട്ടുണ്ടെന്ന് മാത്രം എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത് പറയാനൊന്നുമില്ല. നമുക്ക് ഡിയോർ സവാഷ് ഉപയോഗിക്കുന്ന കയ്യിൽ ഡിയോർ സവാഷ് ഉള്ള ഒരാൾ ചോദിക്കും, എടാ നീ ഡിയോർ സവാഷ് അടിച്ചോ, നീ വാങ്ങിയോ ഈ പെർഫ്യൂം എന്ന് ചോദിക്കും. ഉറപ്പായിട്ട് ചോദിക്കും, അതിൽ ഒരു സംശയമില്ല. ഡിയോർ സവാഷിന്റെ അതേ മണം. ഇത് ഡിയോർ സവാഷ് വേറൊരു വ്യത്യസ്തമായിട്ട് ഒരു ബോട്ടിൽ നിറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ 100 ml ഒരു ഡീക്കന്റ് ബോട്ടിൽ, 100 ml വലിപ്പമുള്ള ഒരു ഡീക്കന്റ് ബോട്ടിൽ ഡിയോർ സവാഷ് നിറച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. പെർഫോമൻസ്, ഡിയോർ സവാഷിന്റെ പെർഫോമൻസ് എന്താണോ അത് തന്നെയാണ് ഇതിന്റെ പെർഫോമൻസ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ 3,500, 3,000 താഴെയാണ് ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ ബഡ്ജറ്റിൽ നിൽക്കും. ഫലത്തിൽ നിങ്ങൾ 15,000 രൂപയ്ക്ക് ഡിയോർ സവാഷ് വാങ്ങിയ അതേ അനുഭവം തന്നെ കിട്ടും. എല്ലാവരുടെ നിന്നും കോംപ്ലിമെന്റ് കിട്ടും. കാര്യം ഏറ്റവും കൂടുതൽ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള നോട്ടാണ് ഡിയോർ സവാഷ്. ഗേൾസിന് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു പെർഫ്യൂം. എത്രയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും ഡിയോർ സവാഷ് വാങ്ങിച്ചോണ്ടേയിരിക്കും. അത് ഡിയോർ സവാഷിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ബ്ലൂ ഡേ ഷാനലിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ക്രീഡ് അവൻഡസിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മൾ എത്രത്തോളം ആളുകൾ അതിനെതിരെ ഇങ്ങനെ പറഞ്ഞാലും പക്ഷെ ആളുകൾ വാങ്ങും. അതാണ് അതിന്റെ പ്രത്യേകത. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ബഡ്ജറ്റ് ഇല്ലാത്തവരാണെങ്കിലും ശരി, ഡിയോർ സവാഷ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണെങ്കിലും ശരി, ആദ്യം ഇത് വാങ്ങി എൻജോയ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഫുൾ ബോട്ടിൽ, അതായത് ഡിയോർ സവാഷ് ഒറിജിനൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി ട്രൈ ചെയ്തിട്ട് ഡിയോർ സവാഷ് ഒറിജിനൽ വാങ്ങിച്ചു. എന്റെ അഭിപ്രായത്തിൽ അത് വാങ്ങുന്നതിനേക്കാൾ നല്ല ഇതായിരിക്കും കേട്ടോ. വേറെ അത്രയും 15,000 മുടക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം ഇത് വാങ്ങിയാൽ മതി. സെയിം സ്മെല്ല്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ഞാൻ തന്നെ ഡീക്കനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കയ്യിലുള്ളവർ വേണമെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസം പോലും നിങ്ങൾ പിടിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. ട്രൈ ചെയ്യുക. 5 ml 10 ml സാമ്പിൾ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ശരിക്കും പറഞ്ഞാൽ എന്ത് മണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഓർഡർ കൊടുത്തു. ഇത് അറബിയത്തിൻ്റെയാണെന്ന് തോന്നുന്നു. അതെ, അറബിയത്തിന്റെ തന്നെയാണ്. ആരിസ് എന്നാണ് ഈ പെർഫ്യൂമിന്റെ പേര്. ഞാനിത് വന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ട് കവർ പൊട്ടിച്ചു, അടിച്ചു. എനിക്ക് ഫ്രാഗ്രന്റിക്ക് കയറി നോക്കേണ്ടി വന്നില്ല, എനിക്ക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യേണ്ടി വന്നില്ല. ഫസ്റ്റ് സ്പ്രേ തന്നെ കാര്യം കത്തി. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള സോസ്പിറോ വിബ്രാറ്റോ വാങ്ങാൻ പൈസ ഇല്ലാത്തവർ, 22,000 രൂപ മുടക്കാൻ പൈസ ഇല്ലാത്തവർ ഇത് വാങ്ങുക. വിബ്രാറ്റോയുടെ മണം എന്താണോ അതാണ് ഇതിന്റെ മണം, ഒരു വ്യത്യാസമില്ല. പിന്നെ വിബ്രാറ്റോയുടെ 22,000 രൂപയുടെ ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള പെർഫ്യൂം. ഓക്കെ, നമുക്ക് ഇനി ബോക്സിനെ കുറിച്ച് പറയാം. ബോക്സ് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ഡിസൈൻ ആണ്. പാക്കേജിംഗ് ഒക്കെ നല്ലതാണ്. ഒരു കാർഡ്ബോർഡ് തരത്തിലുള്ള ഒരു പെട്ടി, കട്ടിയുള്ള ബോക്സ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പ്രസന്റേഷൻ കൊള്ളാം.
നല്ല പ്രസന്റേഷൻ, ഒരു സോഫ്റ്റ് ആയിട്ട് ബെൽ ബോട്ടൺ പോലുള്ള ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് കാണുമ്പോൾ ഈ ഈജിപ്തിലൊക്കെ മമ്മിയുടെ സർക്കോഫാഗസ് പോലെ തോന്നുന്നുണ്ട് അല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ഒരു മമ്മിയുടെ ഒക്കെ പോലെ. ഞാൻ എന്താ നോട്ട് പറയാത്തത്? നോട്ട് പറയാനൊന്നുമില്ല, വിബ്രാറ്റോയുടെ മണം തന്നെ ഇതിനും, അതുപോലെ തന്നെ ഡിയോർസോവാഷിന്റെ മണം തന്നെയാണ് അതിനും ഉള്ളത്. പിന്നെ എന്തിനാ നോട്ട് പറയേണ്ട കാര്യം? പിന്നെ ക്യാപ്പ് വരുന്നത് മെറ്റലാണ്, ചീപ്പായിട്ടുള്ള ക്യാപ്പല്ല, മെറ്റൽ ക്യാപ്പാണ്, നല്ലപോലെ ഹോൾഡ് ആവുന്നുണ്ട്. ഇവിടെ അറബിയത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. സ്പ്രെയർ നല്ല സ്പ്രെയറാണ്, പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറാണ്. ട്രൈ നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ട്രൈ ചെയ്തിരുന്നു. ഇന്നലെയാണ് ഞാനിത് ആദ്യമായിട്ട് പൊട്ടിച്ച് നോക്കി ലോങ്ജിവിറ്റിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തത്. ആദ്യത്തെ സ്പ്രേയില് ഹെർമസിന്റെ ഒരു എർത്തി സ്മെല്ല് വരും. നല്ലൊരു, ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തിട്ട് പുറത്ത് വരുന്ന ഒരു മണം, ഒരു എർത്തി വുഡി സ്മെല്ല്. അതാണ് ഓപ്പണിംഗ് ആദ്യത്തെ സ്പ്രേയിൽ വരുന്നത്. ആ ഒരു ഹെർമസിന്റെ ഒരു സിഗ്നേച്ചർ വെട്ടിവർ എർത്തി സ്മെല്ല് വന്നിട്ട് പിന്നീട് വിബ്രാറ്റിലേക്ക് കയറും. പതിയെ വിബ്രാറ്റോയുടെ മണം പൊങ്ങി വരും. അവിടെ നമുക്ക് ഇഞ്ചിയുടെ മണവും നാരങ്ങയുടെ മണവും ഓറഞ്ചിന്റെ മണവും പിന്നെ നല്ല വുഡി സ്മെല്ലും മണ്ണിന്റെ മണവും ഒരു നാച്ചുറൽ എർത്തി ഹെർബൽ ബൊട്ടാണിക്കൽ സ്മെല്ലായിട്ട് മാറും. പിന്നെ ത്രൂ ആയിട്ട് നമുക്ക് എന്താണ് വിബ്രാറ്റോയുടെ സ്മെല്ല്, ആ വിബ്രാറ്റോയുടെ മണമായിട്ട് സിമിലാരിറ്റിയുടെ മണമായിട്ട് മാറും. അപ്പൊ എന്റെ ഇവിടെ ഒരു 85-90% വിബ്രാറ്റോയുടെ സ്മെല്ലും ബാക്കി ഒരു 10% ഹെർമസിന്റെ ഹെർമസിന്റെ ഒരു എർത്തി വുഡി സ്മെല്ലും കൂടെ ചേർന്നിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ് ആരിസ്. സോ ഹൈ ഹീറ്റ്, നല്ല ഫ്രഷ് സ്മെല്ല് വേണം. നിങ്ങൾക്ക് വിബ്രാറ്റോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. വിബ്രാറ്റോയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അത്രയും പൈസയില്ല, മാത്രമല്ല വിബ്രാറ്റോ ഒരുപാട് ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷെ പ്രശ്നം സാമ്പത്തികം. 10-22,000 രൂപ മുടക്കി ഒരു പെർഫ്യൂം വാങ്ങാൻ പലർക്കും ബഡ്ജറ്റ് ഇല്ല. അങ്ങനെ ഇല്ലാത്തവർക്ക് അല്പം എന്താ പറയുക, ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു 22,000 രൂപയുടെ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കാതെ 3,000-3,500 എത്രയാണോ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി, ആ ക്വാളിറ്റിയിൽ നല്ലൊരു പെർഫ്യൂമായിട്ട് നമുക്ക് പരിഗണിച്ചത് വാങ്ങാം. അപ്പോൾ ഫലത്തിൽ ഒരു വിബ്രാറ്റോയുടെ അതേ സ്മെല്ല് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു എർത്തി സ്മെല്ലൊക്കെ ചേർന്ന് ഹെർമസിന്റെ നോട്ടൊക്കെ ചേർത്തിട്ട് ഒരു നല്ലൊരു നാച്ചുറൽ സ്മെല്ലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ചീപ്പായിട്ടുള്ള സിന്തറ്റിക് അല്ലാതെ അല്പം നാച്ചുറൽ ആയിട്ടുള്ള എർത്തി ഹെർമസ് ഇഷ്ടമാണ്, വിബ്രാറ്റോ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഇഷ്ടം, എനിക്ക് അങ്ങനെയുള്ള പെർഫ്യൂംസ് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യുക. വറുത്താണ്, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. രണ്ടും 10 ml 5 ml സാമ്പിൾ അവൈലബിൾ ആണ്. ഇപ്പം ആ മണമൊക്കെ അങ്ങ് മാറി. ഞാൻ ജസ്റ്റ് ഒന്ന് വാതിൽ തുറന്നപ്പോൾ സോസ്പിറോ വിബ്രാറ്റോ ദേഹത്തടിച്ചതുപോലെയുള്ള മണം വരുന്നു. ആ ഒരു എർത്തി സ്മെല്ലും ഇഞ്ചിയുടെ മണവും നാരങ്ങയുടെ മണവും ഹെർബൽ സ്മെല്ലും വിബ്രാറ്റോയുടെ ഒരു മാജിക്കൽ കൂട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേകതരം മണം ഇതിൽ നിന്ന് വരുന്നത്. ആ ഓപ്പണിംഗിൽ ആ ഹെർമസിന്റെ മണമൊക്കെ ഒന്ന് മാറി ഇപ്പൊ കറക്റ്റ് വിബ്രാറ്റ് ആയിട്ടുണ്ട്. ഓപ്പണിംഗ് കുറച്ച് ഡ്രൈ ആണ്, ഇതിന്റെ ഡ്രൈ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. മറ്റേത് കുറച്ചുകൂടി എർത്തി ആയിട്ടുള്ള ഓപ്പണിംഗ് വരും. ഇത് കുറച്ച് ഡ്രൈ എർത്തി സ്മെല്ലായിട്ട് വന്നിട്ട് ഒരു മിനിറ്റ് മാത്രമുള്ള ആ ഒരു മണം പിന്നീട് കറക്റ്റ് വിബ്രാറ്റോയ്ക്ക് മാറും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നല്ലൊരു നാച്ചുറൽ വുഡി എർത്തി വിബ്രാറ്റോയ്ക്ക് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട്. വിബ്രാറ്റോ വാങ്ങാൻ പൈസ ഇല്ലാത്ത ഇത് വാങ്ങിച്ചോ, നിങ്ങൾക്ക് വർത്താണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ രണ്ട് പെർഫ്യൂമിന്റെയും 10 ml 5 ml സാമ്പിൾസ് ഉണ്ട്. ഡിയോർ സവാഷ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിയോർ സവാഷ് വാങ്ങാം, വിബ്രാറ്റോ വാങ്ങുന്നവർക്ക് വിബ്രാറ്റോ വാങ്ങാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ലെയർ ചെയ്ത് അടിച്ചാലും നല്ലതായി. വിബ്രാറ്റോയും ഡിയോർ സവാഷും തമ്മിൽ ചേരുന്ന മണം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് അടിച്ചാലും കിടിലം മണമായിരിക്കും. വിബ്രാറ്റോയുടെ എർത്തി സ്മെല്ലും പിന്നെ ഒരു നാരങ്ങയുടെ മണവും ഇഞ്ചിയുടെ മണവും പിന്നെ വെട്ടുപറഞ്ഞ മണവും രാമച്ചത്തിന്റെ മണവും അതുപോലെ ഡിയോർ സവാഷിലെ ആംബ്രോക്സിനും മസ്കിനോട്ടും സ്പൈസിനെസ്സും ഒക്കെ ചേർന്ന് വരുമ്പോൾ പുറത്ത് വരുന്ന മണം ഭയങ്കര യുണീക്ക് ആയിരിക്കും. ആ മണം നിങ്ങളുടെ സിഗ്നേച്ചർ മണമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് പെർഫ്യൂമുകളെ ചേർത്ത് കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. രണ്ടും 10 ml സാമ്പിൾ ഉണ്ട്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. എന്റെ അഭിപ്രായത്തിൽ സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വിബ്രാറ്റോയുടെ ഓൾട്ടർനേറ്റീവ് ആണ് അറബിയാത്തിന്റെ പെർഫ്യൂംസ് അറിയാലോ, അവരങ്ങനെ ചീപ്പായിട്ടുള്ള ഇറക്കാറില്ല. പിന്നെ അഫ്നാൻ, ഇതും ഡിയോർ സവാഷോട്ട് ഭയങ്കര സാമ്യമുള്ള ഒരു പെർഫ്യൂം, പിന്നെ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നത്. രണ്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങുക. ഫ്രഷ് പെർഫ്യൂം ആഗ്രഹിക്കുന്നവർ, അതിന്റെ ലോങ്ജിവിറ്റിയും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഡിയോർ സവാഷിന്റെ ലോങ്ജിവിറ്റി എന്താണോ അത് തന്നെയാണ് ഇതിന്റെ ലോങ്ജിവിറ്റി. പ്രത്യേകിച്ച് ഒന്നുമില്ല, അതേ പ്രൊജക്ഷനും അതേ ലോങ്ജിവിറ്റി. അറബിയത്ത് ആരിസ് വരുന്നത് ഏകദേശം 6-6.5-7 മണിക്കൂറാണ് അതിന്റെ ലോങ്ജിവിറ്റി വരുന്നത്. ആദ്യത്തെ 2 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്. രണ്ടിനും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 സ്പ്രേ. രാവിലെ ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, വെളുപ്പാങ്കാലം ഉപയോഗിക്കാം, വെയിലത്ത് പോകുമ്പോൾ അടിക്കാം, ഓഫീസിനകത്തിരുന്ന് അടിക്കാം, ഏത് കാലാവസ്ഥയിൽ ഏത് ലൊക്കേഷനിൽ അടിക്കാം. വെയിലത്താണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. രണ്ടും വെയിലത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആരിസ് കുറച്ചും കൂടി ഓഫീസ് ഫ്രണ്ട്ലി ആണ്. കാരണം ആരിസിന്റെ ആ ഒരു മണം, ആ ഒരു വൃത്തി ഇച്ചിരി അല്പം യുണീക്കാണ്, റിച്ച് സ്മെല്ലാണ്. ഡിയോർ സവാഷ് എല്ലാവർക്കും അറിയാവുന്ന മണമാണ്. നിങ്ങൾ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ ഡിയോർ സവാഷ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവും. ആൾക്കാർ ചോദിക്കും. ഈ രണ്ടും ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് പറയാനേ വേണ്ട, ഭീകരമായിരിക്കും. ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് പറയുക. താങ്ക് യു സോ മച്ച്.